ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ശ്രീതു പ്രബിൻ. ദിസ് ഇസ് മഹൽസ പ്രബിൻ, മൈ ഡോട്ടർ. ആൾക്ക് ഇന്ന് ഭയങ്കര ആഗ്രഹം കേക്ക് ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ചേട്ടന്റെ കൂടെ, പ്രബിൻ രാജന്റെ കൂടെ കടയിൽ പോയപ്പോൾ ഓറിയോ കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുവോ? എന്നോട് പറഞ്ഞു എനിക്ക് സ്പഞ്ച് ഉണ്ടാക്കി തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യോ? എനിക്കറിയില്ല ഇത് എന്താ, എങ്ങനത്തെ കേക്കാവും, എങ്ങനെ ഉണ്ടാക്കാന്നൊന്നും എനിക്ക് യാതൊരു വക ഐഡിയ. ഞാൻ മത്സരങ്ങൾക്ക് വേണ്ടി തന്നെ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാതും വിപ്പിംഗ് ക്രീം ആക്കി വെച്ചിട്ടുണ്ട്, ഷുഗർ സിറപ്പ് ഉണ്ട്, പിന്നെ സ്പഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്, ടൂൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്റെ തന്നെ മുദ്ര എന്ന് പറയണോ, മഹൽസമോൾ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. എന്താ ഓറിയോ കേക്കും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ലെയറിൽ ഒഴിക്കാനാണ് പറയണേ. എന്നോട് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. കാണാൻ വലിയ ഭംഗിയിലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാട്ടാ. അതെ. പിന്നെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ബോൾ എടുത്തിട്ടുണ്ട്, എന്തോ ബോളല്ല. പിന്നെ കുറച്ച് ഓറിയോ ഉണ്ട്, പിന്നെ ഒരു കിറ്റ്കാറ്റ് ഉണ്ട്. ഞാൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ഇനി ആളെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. എനിക്ക് ചെറിയൊരു ഹെൽപ്പ് മതിയോ മാഡം? ആയിക്കോട്ടെ. റെഡി സ്റ്റഡി ഗോ. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്പഞ്ച് എടുത്ത് വെക്കാം. സ്പഞ്ച് എടുത്ത് നമുക്ക് വെക്കാം. ഇനിയാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അല്ല, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, പറഞ്ഞ ഷുഗർ സിറപ്പ്. അതവിടെ നിന്ന് പറഞ്ഞു കാണാം. ഒരു പ്രശ്നം നിലത്ത് കളയല്ലേ. അപ്പൊ ഫുൾ ആയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ്. ഞങ്ങൾക്ക് ക്രീം ആക്കാം. ഇത് പരത്താനായിട്ട് അറിയോ? ഫുള്ളായിട്ട് അറിയോ? ശരിക്കും അങ്ങനെയല്ല കറക്കുക. ആ പൈപ്പിംഗ് ബാഗ് ഒരുത്തിൽ വെക്കി, ആ പ്ലേറ്റിൽ വെച്ചോ. അതിലാണോ അതിൽ വിപ്പിംഗ് ക്രീം അല്ലേ? അധികം അറിയാത്തോണ്ടാണ് ഒന്നും പറയരുതല്ലേ. പൊളിച്ചേനെ. അറിയാൻ ഞാൻ പൊളിക്കും. ശരി ശരി, അറിയാൻ ഞാൻ പൊളിക്കും. ശരി, പഠിച്ചിരിക്കുന്നു. ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ പഠിച്ചേ പല്ലേ. ഇത്തിരി കൂടെ വിപ്പിംഗ് ക്രീം ആക്കാൻ മതി. അടുത്തോണ്ട് കൂടെ ആക്കട്ടെ. ആവേശ് കുമാർ ആയപ്പോടെ നിക്കട്ടാ. സമാധാനത്തിൽ ചെയ്യും. താഴത്തി തന്നാ മതി എനിക്ക് ഈ ക്രീം. അതെ, നമ്മൾ തുറച്ചിട്ടുണ്ട് സൈഡൊക്കെ. നമുക്ക് മുകളിലത്തെ ലെയർ വിപ്പിംഗ് ക്രീം ആക്കാം. പതുക്കെ ചെയ്യും. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് അടുപ്പിച്ച് വെച്ചിട്ട് കേക്കിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യും. ഞാൻ കാര്യം കാണിച്ചു തരാം. ഇത് കേക്കാണോ ക്രിസ്മസ് അപ്പൂപ്പനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ഫിനിഷ് ചെയ്തരട്ടെ? സൈഡ് കുത്തി കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. സൈഡ് ആൾക്ക് ഒരു രക്ഷയില്ല. അപ്പൊ ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുകളിൽ എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിച്ചിട്ടില്ല ആള്. നോക്കാം ആളെങ്ങനെ ചെയ്യാൻ പോണേ. കുഴപ്പമില്ല, വലുതാവുമ്പോ ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഫിനിഷ് ചെയ്തരട്ടെ അത്. അയ്യോ, ഫിനിഷ് ചെയ്തരട്ടെ അമ്മ. ഇനി ബാക്കി എന്റെ അമ്മ ഫിനിഷ് ചെയ്ത് തരും. ഗൈസ്, അങ്ങനെ ഞാനൊരു വിധം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് പോലും റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ കേക്കായി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ സൈഡിൽ എന്താ പൂക്കളൊക്കെ വരയ്ക്കണം, ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിപ്പിംഗ് ക്രീം ആക്കണം. കഴിക്കും അത് കഴിക്കാം. മുകളിലുണ്ടാ മതി കണ്ണ. ക്രീം ഒരുപാടായി കഴിക്കാൻ പറ്റില്ല. ഇവിടെ മൂന്നെണ്ണല്ലോ.
അയ്യോ ഒരെണ്ണം നോക്കിയ കയ്യിൽ വയ്യ കേക്ക്. അതയ്യോ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ കൈ കഴുകിട്ട് അത് അതിലിടല്ലേ. ഫുള്ള് ഫോട്ടോ തരുന്നുണ്ട്. അല്ല ഇവിടെ ഇങ്ങനെ കണ്ട മൂന്ന് സ്ഥലം കൊണ്ട് ചെയ്താൽ മതി. അതിൽ ക്രീം ഉണ്ടാ? ഇല്ല, ഫില്ല് ചെയ്ത് തരാം. എന്ത് വന്നാലും ആള് ഗാർണിഷിങ് നിർത്തുന്നില്ല ഗൈസ്. ഒരു താജ്മഹൽ പണിതോണ്ടിരിക്കുക. മതി കണ്ണാ, കൂടുതൽ ക്രീം ആയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലാട്ടാ. ഓക്കെ, സെന്ററിലൊരു കുത്ത് കഴിഞ്ഞ. ശരി ശരി ശരി. ഇനി ബാക്കി എന്തിട്ടാ? ബാക്കി നമ്മളെ കണ്ണീനൊക്കെ മുടി മാറ്റി. ശരിക്കും ക്യാപ്പൊക്കെ വെക്കണം. ഇത് നമുക്ക് കഴിക്കാനുള്ളത് തന്നെ ആയതുകൊണ്ട് ശരി. ഇനി അതുകൊണ്ടാ അതിന് പറ്റില്ല. സൈഡിൽ ഫ്ലവർ വരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ മുകളിൽ എന്നിട്ട് ഗാർണിഷ് ഫസ്റ്റ് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഗാർണിഷ് ക്രീം എടുത്ത് മാറ്റണം. അങ്ങോട്ട് നിനക്ക് ക്രീം എന്തിനാ വേണ്ട? ക്രീമൊക്കെ ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. അത് ഷുഗർ ഇതിങ്ങനെ വെക്കാനാണ് വെച്ചോ. എങ്ങനെ വെച്ച് വെക്കി. ഓക്കെ, ഇനി ശരി പ്രസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അത് കുറച്ചിട്ടാ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കുഴപ്പമില്ല. ഒരെണ്ണം കൂടി ബാക്കിയുള്ള കഴിഞ്ഞ ഇതൊക്കെയല്ലേ. ആ ഒരെണ്ണായിട്ട് ഞാൻ ഇത് വെക്കണ്ട. അത് കേക്കിലെ ഫ്രണ്ടിലെ മുകളിൽ എവിടെയെങ്കിലും വെച്ചോ. കഴിഞ്ഞ ആ കണ്ണീന്ന് കൂടി മാറ്റിയ. ആ കണ്ണീന്ന് മുടി ഒതുക്കി വെക്കി. നിലത്തിടല്ലേ. കുറച്ചെടുത്താ മതിട്ടാ. ഹൃദയം നശിപ്പിച്ചോളെ. എന്തൊക്കെ ആവശ്യമുള്ളത്. മതി. നമ്മുടെ ഇത് ഓക്കെ, സ്പ്രിങ്കിൾസ് എന്ന് പറയും ആ ഇതിനെ. കൈ കൊണ്ട് എടുക്കല്ലുണ്ണിയെ. ഞാൻ പ്ലാൻ ചെയ്തോക്കണ്ട്. അത് കയ്യിലേക്ക് കുറച്ച് കുടഞ്ഞെടുത്ത എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. അതിൽ കൈ ഇട്ടാക്കല്ലേ. കുറച്ച് കുറച്ച് കുറച്ചിട്ടാ മതി. കിറ്റ്കാറ്റ്. ഒരു മിനിറ്റ് ഈ ലൈറ്റർ ഇട്ടെ. ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ലേ, മകളുടെ ഇഷ്ട. ശരി, ഒരു കുഞ്ഞൊരു കിറ്റ്കാറ്റ് ഉണ്ട്. മഹൽസമോൾ കൺഫ്യൂഷനിലാണ്. ഗൈസ് നിങ്ങൾ പറ, കടിച്ചു വെക്കണൊക്കെ വളർത്തി ഇരുത്തി വെക്കണം. വേഗം വേഗം ഓറാക്കാണ്ട് വേഗം അത് എണീപ്പിച്ച് വെച്ചോ. അങ്ങനെ മഹൽസമോളുടെ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇത് നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ മഹൽസക്കുട്ടി ഇതേ കേക്ക് റെഡിയാക്കി. ഫൈനലി ഇതേ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആള് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾക്ക് പറ്റുന്ന രീതിയിൽ ആള് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കതിപ്പോ എല്ലാ അമ്മമാർക്കും എല്ലാ കുട്ടികളും ചെയ്യണത് ഇഷ്ടപ്പെടും. പക്ഷെ കുഴപ്പമില്ല, ആൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല വൃത്തിക്ക് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ മത്സൂട്ടി, വെരി ഗുഡ് ഗേൾ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഈ കേക്ക് മുറിച്ച് കഴിക്കാൻ പോവാണ്. മുറുക്കി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട് മുറിക്കാൻ? കുഴപ്പമില്ല, പ്രാർത്ഥിക്കണ. നമ്മ
മുറിച്ചരുന്ന അയ്യോ. എടുത്തരട്ടെ ഒരു പീസ്. വായിൽ വെള്ളം തന്നെ. കട്ട് ചെയ്യുമ്പോ ഓറിയോ ബിസ്ക്കറ്റിന്റെ മണം വരുന്നുണ്ട്. എടുക്കാൻ കിട്ടില്ല. ഇതെന്തത്? ഞാൻ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിൽക്കാം? എടുക്ക്. കഴിച്ചാ കഴിക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. സൂപ്പർ. ആ ഓറിയോന്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ മനസ്സൂട്ടി വെരി ഗുഡ് ഗേൾ. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.